ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCERT 9ാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലെ ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ആദ്യം ഇതിനകത്ത് പഠിക്കുന്ന പ്രകാശ സംശ്ലേഷണമാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ ഗ്രാനയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങളാണ്. വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഗ്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഹരിത കണത്തിലെ ഭാഗമാണ് ഇത് ഗ്രാന. അപ്പം ഗ്രാനയിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ. ഇതിനകത്ത് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം ചോദിച്ചാൽ ഹരിതകം A ആണ്. ബാക്കി എല്ലാ വർണ്ണകങ്ങളെയും ചേർത്ത് വിളിക്കുന്നവരാണ് സഹായക വർണ്ണകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഇവ എന്ത് ചെയ്യുന്നു? ഹരിതകം എയിലേക്ക് കൈമാറുന്ന ഗ്രാനയിലെ മറ്റു വർണ്ണകങ്ങൾ അറിയപ്പെടുന്നതാണ് സഹായ വർണ്ണകങ്ങൾ. അപ്പം പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഈ വർണ്ണകങ്ങളെല്ലാം ഹരിതകം എയിലേക്ക് കൈമാറുന്നു. ഹരിതകം എക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുള്ളൂ. ഈ പ്രകാശഘട്ടത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. പ്രകാശ സംശ്ലേഷണത്തിന് പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. നമുക്കിനി അതാണ് പഠിക്കേണ്ടത്. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ഇതിനകത്ത് പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത് പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയായ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ ആണ്. മെൽവിൻ കാൽവിൻ ആണ്. കാൽവിന് ഈ ഇരുണ്ട ഘട്ടത്തിന്റെ മറ്റൊരു പേരെന്താണ്? കാൽവിൻ ചക്രം. അതുകൊണ്ട് മെൽവിൻ കാൽവിൻ കണ്ടെത്തിയോണ്ട് ഇരുണ്ട ഘട്ടത്തിനെ കാൽവിൻ ചക്രം എന്നുകൂടെ അറിയപ്പെടാറുണ്ട്. ഇനി ഈ കാൽവിൻ ചക്രത്തിനെ കണ്ടുപിടുത്തത് മെൽവിൻ കാൽവിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം എന്നാണ്? 1961 മെൽവിൻ കാൽവിന് നോബൽ പ്രൈസ് കിട്ടിയത്. അടുത്ത് നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ഹരിതകണത്തിലെ 2 പാർട്ടായിട്ട് ഗ്രാന, സ്ട്രോമ. ഇതിൽ ഗ്രാനയിലാണ് ഏത് കിടക്കുന്നത്? 2 പ്രകാശഘട്ടം. പ്രകാശ സംശ്ലേഷണം 2ആയിട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് പ്രകാശഘട്ടം. അപ്പൊ ഗ്രാനയിലാണ് ഏത് കിടക്കുന്നത്? പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണ് പ്രകാശഘട്ടം. സ്ട്രോമയിൽ എന്താണ് നടക്കുന്നത്? ഇരുണ്ട ഘട്ടമാണ് സ്ട്രോമയിൽ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഗ്രാനയിൽ പ്രകാശഘട്ടം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? പ്രകാശഘട്ടത്തിൽ എന്തായാലും എന്താണ്? പ്രകാശം ഉപയോഗിക്കുന്നു. ഇരുണ്ട ഘട്ടത്തിൽ എന്തില്ല? പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഇനി പ്രകാശഘട്ടത്തിന് ജലം വിഘടിച്ച് എന്തായിട്ട് മാറുന്നു? ജലം വിഘടിച്ച് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജനെ പുറന്തള്ളുന്നു. പിന്നെ ഈ ഓക്സിജനെ അങ്ങ് പുറന്തള്ളി കളഞ്ഞു. പിന്നെ ഹൈഡ്രജൻ എവിടെ എത്തുന്നു? ബാക്കി വരുന്ന ഹൈഡ്രജൻ എവിടോട്ട് എത്തുന്നു? സ്ട്രോമയിലോട്ട് എത്തുന്നു. ജലം വിഘടിച്ചിട്ട് ഓക്സിജൻ പുറന്തള്ളി പിന്നെ ബാക്കി വരുന്ന ഹൈഡ്രജനെ എങ്ങോട്ട് കൊടുക്കുന്നു? സ്ട്രോമയിലോട്ട് കൊടുക്കുന്നു. പിന്നെ എന്തോ ചെയ്യുന്നു? പ്രകാശഘട്ടത്തിൽ പ്രകാശോർജം എന്തായിട്ട് മാറുന്നു? പ്രകാശോർജം രാസോർജമായി ഇവിടെ ATP ആയിട്ട് ATPയിൽ സംഭരിക്കുന്നു. അപ്പൊ പ്രകാശഘട്ടത്തിൽ 2 ഘട്ടമുണ്ട്. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിലാണ്. പ്രകാശഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ജലം വിഘടിച്ച് ഓക്സിജനെ പുറന്തള്ളിയിട്ട് ബാക്കി വരുന്ന ഹൈഡ്രജൻ എങ്ങോട്ട് പോകുന്നു? സ്ട്രോമയിലോട്ട് പോകുന്നു. പിന്നെ പ്രകാശോർജത്തെ എന്താക്കി മാറ്റുന്നു? രാസോർജമാക്കി ഇവിടെ സംഭരിക്കുന്നു, ATPയിൽ സംഭരിക്കുന്നു. ഇനി സ്ട്രോമയിൽ എന്താണ്? പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഇരുണ്ട ഘട്ടമല്ലേ? ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഇവിടോട്ട് വരുന്ന ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്ത് എന്തോ നിർമ്മിക്കുന്നു? ഈ ഹൈഡ്രജൻ, അങ്ങോട്ട് വന്ന ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്ത് എന്തോ നിർമ്മിക്കുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അങ്ങനെ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇതാണ് ഇതിനകത്ത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇത് തന്നെയാണ് പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ഇതിന്റെ ഈ പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രക്രിയകളും അതുപോലെ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നതും പഠിച്ചു വെച്ചേക്കണം. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം ഈ ചാപ്റ്ററിൽ. പിന്നെ അത് രാസസംശ്ലേഷണം എന്നൊരു ഭാഗമുണ്ട്. രാസസംശ്ലേഷണം എന്ന് പറഞ്ഞാൽ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏത്? രാസസംശ്ലേഷണം. രാസസംശ്ലേഷണത്തിന് എക്സാമ്പിൾ ഏതാണ്? സൾഫർ ബാക്ടീരിയ. കരയിലും കടലിലും ഒക്കെ ഉള്ള സൾഫർ ബാക്ടീരിയ ആണ് ഇതിന് എക്സാമ്പിൾ? രാസസംശ്ലേഷണം നടക്കുന്നത്. അപ്പം രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം. അതിന് എക്സാമ്പിൾ സൾഫർ ബാക്ടീരിയ ആണ്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗമാണ്
നമുക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് ആരാണെന്ന്. 70 മുതൽ 80 അന്തരീക്ഷ വായു 70 മുതൽ 80% വരെ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് ആരാണ്? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രദാനം ചെയ്യുന്നത് ആരാണ്? കരയിൽ സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ്. സമുദ്രത്തിലെ ആൽഗകൾ ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന ആരാണ് കൂടുതൽ? 70 to 80%. സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ്. സസ്യപ്ലവകങ്ങൾ. അപ്പം 70 മുതൽ 80% ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ്. ഇനി അതിനകത്ത് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ഒരു ആൽഗയെ പറയുന്ന പേരാണ് വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ഒരു ആൽഗയെ പറയുന്ന പേരാണ് സർഗാസം. ഇനി സസ്യപ്ലവകങ്ങളും ആൽഗകളും വരും. ഇനി സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളെയാണ് ഏത് പറയുന്നത്? സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും സമുദ്രജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളെ പറയുന്ന പേരാണ് എന്ത്? സസ്യപ്ലവകങ്ങൾ. സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ് ഡെസ്മിഡുകൾ, അതുപോലെ തന്നെ ഗോൾഡൻ ആൽഗകൾ, അതുപോലെ സയാനോ ബാക്ടീരിയകൾ. അപ്പം സസ്യപ്ലവകങ്ങൾ ഉദാഹരണം ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾക്ക് പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, അതിനകത്തുള്ള പ്രക്രിയകളെല്ലാം നല്ലപോലെ പഠിക്കുക. പിന്നെ ഈ സസ്യപ്ലവകങ്ങൾ, അതുപോലെ തന്നെ 70 മുതൽ 80% ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത് ആരാണ്? സസ്യപ്ലവകങ്ങളും ആൽഗകളുമാണ്. പിന്നെ രാസസംശ്ലേഷണം. ഇതിനകത്ത് സസ്യപ്ലവകങ്ങളെല്ലാം ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ, ഇതെല്ലാം സസ്യപ്ലവകങ്ങളിനകത്ത് വരുന്നത്. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, ഹരിതഗണത്തിൽ പ്രകാശ സംശ്ലേഷണത്തിന് നേരിട്ട് പങ്കെടുക്കുന്ന ഏതാണ്? ഹരിതകം A ആണ്. അതിലെ വർണ്ണകങ്ങൾ, സഹായ വർണ്ണകങ്ങൾ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ ജീവമണ്ഡലത്തിലെ സംരക്ഷകൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഓൾ.